മൊഡ്യൂൾ 3 ലിറ്ററേച്ചർ ഓഫ് ദി 20th സെഞ്ചുറി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക് റൈസ് ഓഫ് ന്യൂ ലിറ്ററേച്ചർ ആണ്. അതായത് വേൾഡ് വാർ 2 ശേഷം എന്തൊക്കെ ഹാപ്പൻ ചെയ്തു, അതായത് ആഫ്റ്റർ 1945 എന്തൊക്കെ ഹാപ്പൻ ചെയ്തു. പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഗ്ലോബലി, അതായത് കൺട്രീസിലെ ഓരോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഗ്ലോബലി ചേഞ്ച് ആവാൻ തുടങ്ങി വളരെ ഡ്രാസ്റ്റിക് ആയിട്ട്. നേരത്തെ കോളനൈസ് ആയിട്ടിരുന്ന കൺട്രീസ് എല്ലാം കൂടി ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ ഒരു ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കൺട്രീസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയല്ലോ, സോ അവർക്ക് അവരുടേതായിട്ടുള്ള ലിറ്ററേച്ചർ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫോം ചെയ്ത കൺട്രീസിലെ ലിറ്ററേച്ചറിനെയാണ് നമ്മൾ ന്യൂ ലിറ്ററേച്ചർ അഥവാ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ കൊളോണിയലിസം, അതാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ ഫോർമർ കോളനീസ് ആയിട്ടിരുന്ന കൺട്രീസിലെ ലിറ്ററേച്ചറിനെയാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ ആഫ്രിക്ക, ഇന്ത്യ, കരീബിയൻ പോലെയുള്ള റീജിയൻസിലെ റൈറ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, വെസ്റ്റേൺ നറേറ്റീവ്സിനെ ഒക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇവരുടെ ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കൾച്ചറൽ ഡിസ്പ്ലേസ്മെന്റ്, ഐഡന്റിറ്റി, നാഷണലിസം, ഡീകോളനൈസേഷൻ പോലുള്ള കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇഷ്യൂസിനെ കുറിച്ച് ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അതൊന്നും വെസ്റ്റേൺ നറേറ്റീവ്സിൽ ഇല്ലായിരുന്നു. ലാംഗ്വേജ് ഒരു പവർഫുൾ ടൂൾ ആയിട്ട് മാറി. അതായത് ഇങ്ങനെയുള്ള കൺട്രീസിൽ അവരുടെ ഐഡന്റിറ്റി, അവരുടെ കൊളോണിയൽ ലെഗസി ഒക്കെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റീഷേപ്പ് ചെയ്യാൻ വേണ്ടി ഓർ അസേർട്ട് ചെയ്യാൻ വേണ്ടി ലാംഗ്വേജിനെ അവർ ടൂൾ ആയിട്ട് യൂസ് ചെയ്തു. ആൻഡ് ഈ റൈറ്റേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ എഴുതാൻ തുടങ്ങി. കാരണം എന്താ, ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതാൻ വേണ്ടി. സോ അതുകൊണ്ട് അവരുടെ ലോക്കൽ എക്സ്പ്രഷൻസും അവരുടെ കൾച്ചറൽ റിഫറൻസസും എല്ലാം കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതാൻ തുടങ്ങിയത്. ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ലിറ്റററി റൈറ്റേഴ്സ് വന്നു, ബോത്ത് ലോക്കലി ആൻഡ് ആസ് വെൽ ആസ് ഗ്ലോബലി. അപ്പോൾ ഈ റൈസ് ഓഫ് ന്യൂ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ യൂറോപ്പിൽ സെൻട്രിക് ആയിട്ടുള്ള ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്റററി ട്രഡീഷൻസിനെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തീംസ് എന്ന് പറയുന്നത് നമ്മുടെ തനതായിട്ടുള്ള ട്രഡീഷൻസ്, ഇൻഡിജീനിയസ് ട്രഡീഷൻസും കൊളോണിയൽ ട്രഡീഷനും തമ്മിലൊരു ക്ലാഷ് ഒക്കെ നമുക്ക് ഇവരുടെ വർക്ക്സിനകത്ത് കാണാൻ സാധിച്ചു. റൈറ്റേഴ്സ് കോളനൈസറിന്റെ വ്യൂസ് എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, അവരുടെ അതോറിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ഈ ലിറ്ററേച്ചറിലെല്ലാം. ആൻഡ് ഓൾസോ അവരുടെ ഹിസ്റ്ററീസ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി ഇവരുടെ ലിറ്ററേച്ചറിനകത്ത്. ആരുടെ ലിറ്ററേച്ചറിനകത്ത്, നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനകത്ത് ഓരോ കോളനീസ് ആയിട്ട് മാറിയിരുന്ന കൺട്രീസിന്റെ ലിറ്ററേച്ചറിനെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹിസ്റ്ററി എല്ലാം ഇതിനകത്ത് കാണിക്കാൻ തുടങ്ങി. ഈ ജോണർ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ സ്കാർസ് ഓഫ് കോളനൈസേഷൻ എക്സ്പോസ് ചെയ്തിരുന്നു. കോളനൈസേഷൻ കൊണ്ടുണ്ടായ സൈക്കോളജിക്കൽ അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനെയും ഇത് എക്സ്പോസ് ചെയ്തിരുന്നു. വിമൻ റൈറ്റേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവരുടെ സ്പേസ് അസേർട്ട് ചെയ്യാൻ വേണ്ടി ഫെമിനിസ്റ്റ് തീമുകളെല്ലാം കൊണ്ടുവന്നു. ഓക്കെ, അപ്പം 1966 ആയപ്പോഴത്തേക്കും ഈ ന്യൂ ലിറ്ററേച്ചർ അഥവാ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലിറ്റററി വേൾഡിൽ തന്നെ ഒരു പവർഫുൾ പ്രസൻസ് എസ്റ്റാബ്ലിഷ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മൂവ്മെന്റ് പോയട്രി ആണ്. മൂവ്മെന്റ് പോയട്രി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോയിറ്റ്സ്, 1950s ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് പോയിറ്റ്സ്. അവർ ഈ മോഡേണിസ്റ്റ് എക്സ്പെരിമെന്റേഷൻ ടെക്നിക്കിനെതിരെയായിരുന്നു. സോ അവർക്ക് ഈ ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിന് ക്ലാരിറ്റി, സിംപ്ലിസിറ്റി, ഫോർമാലിറ്റി ഇത് അത്യാവശ്യമായിരുന്നു പോയട്രിയിൽ. അതായത് ഈ മോഡേണിസ്റ്റ് പോയട്രി എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പെരിമെന്റേഷൻ ആയിരുന്നു ഫുള്ള്. നേരത്തെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ നേരത്തെ എഴുതിയിരുന്ന രീതികളെ എല്ലാം അവർ അവർ പൊളിച്ച് അടുക്കി വേറൊരു സ്റ്റൈലിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ഒരു ലോജിക്കാലിറ്റി ഇല്ലാത്ത രീതിയിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ മൂവ്മെന്റ് ഗ്രൂപ്പ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് പോയറ്റ്സ് അവർ ക്ലാരിറ്റിയും സിംപ്ലിസിറ്റിയും എല്ലാം പഴയ പോലെ പോയട്രിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എഴുതാൻ തുടങ്ങി. അങ്ങനെയുള്ള പോയറ്റ്സ് ആണ് ഫിലിപ്പ് ലാർക്കിൻ, കിങ്സ്ലി ആമിസ്, ടോം ഗൺ എന്ന് പറയുന്ന പോയറ്റ്സ് ഒക്കെ. അപ്പൊ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിസം, ഈ ഒബ്സ്ക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിജക്ട് ചെയ്തു. TS Eliot, ടെസ്റ്റാ പൗണ്ട് പോലുള്ളവരാണ് ഈ സിംബോളിസം, ഒബ്സ്ക്യൂരിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്തത്. ആൻഡ് എന്നിട്ട് ഈ ആളുകൾ എന്ത് ചെയ്തു, എവറിഡേ എക്സ്പീരിയൻസിനെ കുറിച്ചും ഇംഗ്ലീഷ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും എഴുതാൻ തുടങ്ങി. അവരുടെ ടോൺ എന്ന് പറയുന്നത് വളരെ ഐറോണിക്കൽ, സ്കെപ്റ്റിക്കൽ ആൻഡ് ആന്റി റൊമാൻറ്റിക് ആയിരുന്നു. മൂവ്മെന്റ് പോയട്രി എംഫസൈസ് ചെയ്തത് റാഷണാലിറ്റിയെ കുറിച്ചും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലിലുമായിരുന്നു ഇവർ കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ഇപ്പോൾ പോസ്റ്റ് വാർ കൺഫ്യൂഷനെ കുറിച്ചും സോഷ്യൽ മൊബിലിറ്റി, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഈ ബ്രിട്ടീഷ് വാല്യൂസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് പോംസിനകത്ത്. ഈ പോയറ്റ്സ് എല്ലാവരും മിഡിൽ ക്ലാസ് ആയിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന മിഡിൽ ക്ലാസ് ലൈഫിനെ കുറിച്ച് പറയുന്നതൊക്കെയായിരുന്നു. ഓക്കെ, അവരുടെ ലാംഗ്വേജ് വളരെ ഡയറക്റ്റ് ആയിരുന്നു. കോമൺ റീഡേഴ്സിന് മനസ്സിലാവുന്ന തീംസ് ആയിരുന്നു അവർ എഴുതിക്കൊണ്ടിരുന്നത്. ആൻഡ് വളരെ കൺസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ആന്റി ഇന്റലക്ച്വൽ ആയിട്ട് ചിലപ്പോൾ അവർ എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ക്രിറ്റിസിസംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാലും ബ്രിട്ടീഷ് പോയട്രി 1950s and 60s ഇവർക്ക് വളരെ നല്ല പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത്. ആൻഡ് ഈ മൂവ്മെന്റ് പോയട്രിയുടെ ആന്തോളജിയാണ് നമ്മൾ ദ ന്യൂ ലൈൻസ് എന്ന് പറയുന്നത്. അതായത് അത് എഡിറ്റ് ചെയ്തത് റോബർട്ട് കോൺക്വസ്റ്റ് എന്നുള്ള റൈറ്ററാണ്. ഈ ന്യൂ ലൈൻസ് എന്ന് പറയുന്നത് ഈ ഇത്രയും പേരുടെ ഈ മൂവ്മെന്റ് പോയറ്റ്സിന്റെ എല്ലാം കൂടെ കളക്ഷൻസിനെയാണ് നമ്മൾ ദ ന്യൂ ലൈൻസ് എന്നുള്ള ആന്തോളജി ആയിട്ട് കമ്പൈൽ ചെയ്തത് റോബർട്ട് കോൺക്വസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
ദ അബ്സേർഡ് ആണ്. തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്നത് പോസ്റ്റ് വാർ യൂറോപ്പിൽ വന്നതാണ്. വേൾഡ് വാർ 2 ഹൊറേഴ്സിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതായത് മോഡേൺ ലൈഫ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. എല്ലായിടത്തും കൺഫ്യൂഷൻ, വാർ, വൂൺസ്, പിന്നെന്താണ് ഒരു കൈൻഡ് ഓഫ് മീനിങ്ലെസ്നെസ് ആണ് കാണുന്നത്. വേൾഡ് വാർ 2 ഒരു വളരെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. അപ്പോൾ അബ്സേർഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പോപ്പുലറൈസ് ചെയ്തത് മാർട്ടിൻ എസ്ലിൻ എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്കാണ്. അബ്സേർഡ് പ്ലേ റൈറ്റ്സ് എന്ന് പറയുന്ന സാമുവൽ ബെക്കറ്റ് വരും, യുജീൻ ഇനസ്കോ വരും, ഹെറോൾഡ് പിന്റർ വരും. അപ്പോൾ അവരുടെ വർക്ക്സിനകത്തെല്ലാം ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ പർപ്പസ്ലെസ് ആയിട്ടൊക്കെ ഇരിക്കും. അവർ സിറ്റുവേഷൻസ് എല്ലാം റിപ്പറ്റേറ്റീവ് ആയിട്ട്, ഡയലോഗുകളെല്ലാം റിപ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡയലോഗ്സ് എല്ലാം ഫ്രാഗ്മെന്റഡ് ആയിരിക്കും. പകുതി ഡയലോഗുകളെ കാണും, ഇല്ലോജിക്കൽ ആയിരിക്കും, ഭയങ്കര ലോങ് സൈലൻസസ് ആയിരിക്കും. ടൈമും സ്പേസും ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ഒരു ലോജിക്കാലിറ്റി കാണത്തില്ല. കൺവെൻഷണൽ നെറേറ്റീവ് സ്ട്രക്ചേഴ്സിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടായിരിക്കും എഴുതുന്നത്. ഒരു പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ അല്ലെങ്കിൽ എൻഡ് കാണത്തില്ല. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടായിരിക്കും ഇവർ എഴുതുന്നത്. അതായത് ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചും ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടായിരിക്കും ഇവർ എഴുതുന്നത്. ഫേമസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സാമുവൽ ബെക്കറ്റിന്റെ തന്നെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള വർക്കാണ്. അതിനകത്ത് 2 ക്യാരക്ടേഴ്സ്, ഗോദോ എന്ന് പറഞ്ഞ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒട്ടും അൺഫെമിലിയർ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. വ്ളാഡിമിർ ആൻഡ് എസ്ട്രജൻ എന്നാണ് ക്യാരക്ടേഴ്സിന്റെ പേര്. ഈ ക്യാരക്ടേഴ്സ് എൻലെസ്ലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒരു ഗോദോ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി. അപ്പൊ അയാൾ ശരിക്കും പറഞ്ഞാൽ വരുന്നതേ ഇല്ല, പ്ലേയിൽ അറൈവ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ എൻലെസ് ആയിട്ട് ചുമ്മാ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ അബ്സേർഡിസം ശരിക്കും പറഞ്ഞാൽ റിയലിസം ആൻഡ് സൈക്കോളജിക്കൽ ഡെപ്തിനെയൊക്കെ റിജക്ട് ചെയ്യുന്ന ആളുകളാണ്. അവർ സിംബോളിക്കലായിട്ടും മെറ്റഫോറിക്കലുമായിട്ടാണ് കഥ പറഞ്ഞ് പോകുന്നത്. ക്യാരക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ ബാക്ക് സ്റ്റോറീസോ അല്ലെങ്കിൽ ക്ലിയർ മോട്ടിവേഷൻസോ ഒന്നും കാണത്തില്ല. പിന്നെന്താണ്, ഒരു കൈൻഡ് ഓഫ് എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഐസൊലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്ലേസ് എല്ലാം ഭയങ്കര ഡിസ്കംഫോർട്ടിങ് ആയിരിക്കും നമുക്ക് വായിച്ച് നോക്കുമ്പോൾ. അപ്പം വളരെ ഹ്യൂമർ എന്ന് പറയുന്ന ഡാർക്ക് ആയിരിക്കും, റെപ്പറ്റീഷനും കോൺട്രഡിക്ഷൻസും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് നമുക്ക് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺഫെഷണൽ പോയട്രി ആണ്. കൺഫെഷണൽ പോയട്രി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് എമർജ് ചെയ്ത് 1950s and 60s പേഴ്സണൽ സബ്ജക്റ്റ് മാറ്ററിനെ എന്ത് ചെയ്യും, റൈറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും. കൺഫെഷണൽ പോയംസ് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമലാദാസ് കൺഫെഷണൽ പോയിറ്റ് ആണ്. അതായത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ ഹാപ്പൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും അല്ലേ. ആൻഡ് ഓൾസോ ട്രഡീഷണൽ ആയിട്ടുള്ള പോയറ്റിക് തീംസിൽ നിന്നും ഏരിയാസിൽ നിന്നും ഈ ടാബു ടോപ്പിക്സ് ആയിട്ട് ഒരിക്കലും വെളിയിൽ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ചൊക്കെ ഇവരങ്ങ് എഴുതും. സിൽവിയ പ്ലാത്ത്, റോബർട്ട് ലോവൽ, ആൻ സെക്സ്റ്റൺ, ജോൺ ബെറിമാൻ, ഇവരൊക്കെയാണ് കൺഫെഷണൽ പോയിറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. മെന്റൽ ഇൽനെസ്സിനെ കുറിച്ച്, സൂയിസൈഡിനെ കുറിച്ച്, സെക്ഷുവാലിറ്റിയെ കുറിച്ച്, ഫാമിലി ട്രോമയെ കുറിച്ചൊക്കെ ആയിരിക്കും ഇവർ എഴുതുന്നത്. കൺഫെഷണൽ എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ക്രിട്ടിക്കായിട്ടുള്ള ML റോസന്താൾ ആണ്. അദ്ദേഹം ഈ ലോവലിന്റെ ലൈഫ് സ്റ്റഡീസ് എന്നുള്ള വർക്കിനകത്താണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പോംസ് എല്ലാം വളരെ റോ ആയിരിക്കും, ഓട്ടോബയോഗ്രഫിക്കൽ ആയിരിക്കും, വളരെ ഇൻട്രോസ്പെക്റ്റീവ് ആയിരിക്കും. ഒരു സെൽഫ് അനാലിസിസ് നടത്തുന്ന പോലെ ആയിരിക്കും പോയിറ്റ്സ് ഇത് എഴുതുന്നത്. പോയിറ്റിന്റെ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും തമ്മിലുള്ളൊരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഓക്കെ, വളരെ തെറാപ്യൂട്ടിക് ആയിട്ടും അൺസെറ്റിലിംഗ് ആയിട്ടായിരിക്കും ഇത് എഴുതുന്നത്. ഇമോഷണൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചൊക്കെ ആയിരിക്കും എഴുതുന്നത്. സിൽവിയ പ്ലാത്തിന്റെ ഏരിയൽ എന്നുള്ള വർക്ക്, പിന്നെ അതുപോലെ തന്നെ ആൻ സെക്സ്റ്റന്റെ ലിവ് ഓർ ഡൈ എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. കൺഫെഷണൽ പോയട്രി മെയിൻലി അമേരിക്കൻ ആണെങ്കിലും ഗ്ലോബൽ പോയട്രിയിൽ ഇത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കമലാദാസിന്റെ വർക്ക്സ് എഴുതാം. ഈ മൂവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ആർട്ടും എക്സ്പീരിയൻസും തമ്മിലുള്ള ബൗണ്ടറീസിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ടും ലിറിക്കലായിട്ടും ഇമോഷണലി ഇന്റൻസ് ആയിട്ടായിരിക്കും കൺഫെഷണൽ പോയട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് സെൽഫ് റെവലേഷൻ ആണ് പോയറ്റ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസത്തിലോട്ടുള്ള ട്രാൻസിഷൻ. മോഡേണിസത്തിൽ നിന്ന് പോസ്റ്റ് മോഡേണിസത്തിൽ ട്രാൻസിഷൻ തുടങ്ങിയത് 1940s പിന്നെ മൊമെന്റം ഗെയിൻ ചെയ്ത് 1960s കംപ്ലീറ്റ് ആയിട്ടായത്. മോഡേണിസം ഫോക്കസ് ചെയ്ത ഫ്രാഗ്മെന്റേഷനിലും എക്സ്പെരിമെന്റേഷനിലും ആണെങ്കിലും അത് സ്റ്റിൽ ബിലീവ് ചെയ്യുന്ന മീനിങ്ങിലും സ്ട്രക്ചറിലും ആയിരുന്നു. പക്ഷേ പോസ്റ്റ് മോഡേണിസം ഓൺ ദ അതർ ഹാൻഡ് ഐറണി, ആംബിഗ്വിറ്റി, ഈ ഗ്രാൻഡ് ആയിട്ടുള്ള നറേറ്റീവ്സിന്റെ എല്ലാം കൊളാപ്സ്, ഇതിലൊക്കെ ആയിരുന്നു വിശ്വസിച്ചിരുന്നത്. അവർക്കെല്ലാം കുഞ്ഞു കുഞ്ഞു മിനി നറേറ്റീവ്സിലൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ആൻഡ് ഓൾസോ ട്രൂത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. മൾട്ടിപ്ലിസിറ്റി ആൻഡ് പ്ലേയെ ആണ് ഇവർ സെലിബ്രേറ്റ് ചെയ്തത്. ലിറ്ററേച്ചർ ഒരു സെൽഫ് റെഫറൻഷ്യൽ ആയിട്ട് മാറി. ആൻഡ് മെറ്റാഫിക്ഷൻ, പാസ്റ്റിഷ്, പാരഡി, ഇന്റർടെക്ച്വാലിറ്റി പോലുള്ളവരൊക്കെ ഡോമിനന്റ് ടെക്നിക്കുകളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഹൈ കൾച്ചർ, ലോ കൾച്ചർ തമ്മിലുള്ള ബൗണ്ടറി ഒക്കെ മാറാൻ തുടങ്ങി. അതായത് എല്ലാം ആളുകൾ വായിക്കാൻ തുടങ്ങി. പിന്നെ റോളൻ ബാർത്ത്, അതുപോലെ തന്നെ ഷോൺ ഫ്രാങ്കോയിസ് ലൈറ്റോഡ്, ഇവരുടെയൊക്കെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസും ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് ആയിട്ടുള്ളത് ജോൺ ഫൗൾസ്, തോമസ് പിഞ്ചൻ, ഏഞ്ചല കാർട്ടറൊക്കെ ഈ ഒരു ഷിഫ്റ്റിനെ അവരുടെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. തിയേറ്ററിലാണെങ്കിൽ അബ്സേർഡിസം, ഏലിനേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പോയട്രിയിലാണെങ്കിൽ ലാംഗ്വേജ് കുറച്ചും കൂടി ഫ്രാഗ്മെന്റഡും എക്സ്പെരിമെന്റലും ആയിട്ട് മാറി.
ഇപ്പോൾ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ഒരുപാട്, അതായത് ഐഡന്റിറ്റി പൊളിറ്റിക്സിനും മൾട്ടി കൾച്ചറൽ നറേറ്റീവ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലിപ്പ് ലാർക്കിൻ ആൻഡ് മൂവ്മെന്റ് പോയറ്റ്സ് ആണ്. ഫിലിപ്പ് ലാർക്കിനാണ് മൂവ്മെന്റ് പോയട്രിയിലെ ഏറ്റവും ലീഡിംഗ് ഫിഗർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പോയട്രിക്കകത്ത് പോസ്റ്റ് വാർ ഡിസൊല്യൂഷൻമെന്റും ടൈം, ഡെത്ത്, ഐസൊലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് ദ ലെസ് ഡിസീവ്ഡ്, ദ വിറ്റ്സ് ആൻഡ് വെഡ്ഡിങ്സ്, ഹൈ വിൻഡോസ്. സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതുന്നത്, ട്രഡീഷണൽ ആയിട്ടുള്ള ഫോമിലായിരിക്കും എഴുതുന്നത്. പിന്നെന്താണ്, ക്ലാരിറ്റിക്കും റിയലിസത്തിനും ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് പോയട്രി എന്ന് പറയുന്ന കോമൺ എക്സ്പീരിയൻസിനെ, ഇമോഷൻസിനെ റിഫ്ലക്ട് ചെയ്യുന്നൊരു കാര്യമാണെന്ന് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു. കൊളോക്കിയൽ ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പിന്നെ അതർ മൂവ്മെന്റ് പോയറ്റ്സ് കിങ്സ്ലി എംഎസ് ഉണ്ട്, ഡൊണാൾഡ് ഡേവി ഉണ്ട്, തോം ഗൺ ഉണ്ട്. ആൻഡ് മൂവ്മെന്റ് പോംസ് എന്ന് പറയുന്നത് കളക്റ്റീവ്ലി റൊമാൻറ്റിക് ഐഡിയലിസത്തിനെതിരെയായിരുന്നു. ലാർക്കിന്റെ പോയമായിട്ടുള്ള ദിസ് ബി ദ വേഴ്സ് എന്നുള്ളത് ഒരു ഫേമസ് എക്സാമ്പിൾ ആണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫിയെ കുറിച്ചും ഡാർക്ക് ഹ്യൂമറിനെ കുറിച്ചും ഇത് പറയുന്നു. ആൻഡ് അദ്ദേഹത്തിനെ പെസിമിസ്റ്റിക് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പോംസിനകത്ത് ഇമോഷണൽ ഡെപ്തും ഒക്കെ ബ്യൂട്ടിയൊക്കെ വളരെ ക്വയറ്റ് ആയിട്ടാണ് പറഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു ലൈബ്രറിയനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഫിലിപ്പ് ലാർക്കിൻ വരുന്ന ഫിലിപ്പ് ലാർക്കിനെ കുറിച്ച് തന്നെയാണ് അടുത്ത സ്ലൈഡും. ടെഡ് ഹ്യൂഗ്സ് ആണ് അടുത്തത്. ടെഡ് ഹ്യൂഗ്സ് ഒരു പോസ്റ്റ് വാർ പൊയറ്റിക് വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് ദ ഹോക്ക് ഇൻ ദ റെയിൻ ആണ്. അത് നേച്ചറിനെ വളരെ റോ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വർക്കാണ്. നേച്ചർ വയലന്റ് ആണ്, സിംബോളിക് ആണ് അദ്ദേഹത്തിന്റെ പോയട്രിക്കകത്ത്. മൂവ്മെന്റ് പോയട്രിയിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ടെഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് മിത്തിക്കൽ ആണ്, ഇമോഷണലി ഇന്റൻസ് ആണ്. മിത്തോളജി, ഫോക്ലോറിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ തോട്ട്സ് ഒക്കെ എടുക്കുന്നത് പോയത്തിന് വേണ്ടിയുള്ള. പോയട്രി ടെഡ് ഹ്യൂഗ്സിന്റെ സ്പിരിച്വൽ എക്സ്പ്ലോറേഷൻ ആയിരുന്നു. സിൽവിയ പ്ലാത്തിനെയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത്. പിന്നെ പോയറ്റ് ലോറേറ്റ് ആണ് 1984 ഇദ്ദേഹം വന്നു. ചിൽഡ്രൻസ് ബുക്കൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ അയൺ മാൻ ഒക്കെ ഇദ്ദേഹത്തിന്റെ വർക്കാണ്. പിന്നെ എന്താണ്, പ്രിമിറ്റീവ് ആൻഡ് ഓൾസോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള തീംസ് ആണ് ഇദ്ദേഹത്തിന്റെ വർക്കിനകത്ത്. പിന്നെ ജോർജ് ഓർവെൽ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എറിക് ബ്ലെയർ എന്നാണ്, ഒരു പൊളിറ്റിക്കൽ റൈറ്റർ ആയിരുന്നു. ആനിമൽ ഫാം അല്ലെങ്കിൽ 1984 ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ വർക്ക്. ടോട്ടാലിറ്റേറിയനിസത്തിനെതിരെയും അതോറിറ്റേറിയൻ കൺട്രോളിനെതിരെയാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. പിന്നെ സ്പാനിഷ് സിവിൽ വാറിലൊക്കെ ഇദ്ദേഹം ഫൈറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിനെയാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പ്രോസ് വളരെ ക്ലിയർ, ഡിറക്റ്റ് ആൻഡ് മോറലി ഗ്രൗണ്ടഡ് ആണ്. പൊളിറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു എസ്സേ ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പൊളിറ്റിക്കൽ ഇഫീംസിനെ കളിയാക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ടേംസ് ആണ് ബിഗ് ബ്രദർ എന്നുള്ള വാക്ക്, തോട്ട് ക്രൈം എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ ടേംസ് ആണ്. പിന്നെ എന്താണ്, ലിറ്ററേച്ചറിനെ ഒരു വെപ്പൺ ഫോർ ട്രൂത്ത് ആയിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നത്. സെൻസർഷിപ്പിനെയും ഈ ഫ്രീഡം ഓഫ് തോട്ടിനെതിരെ, അതായത് സെൻസർഷിപ്പിനെതിരെയായിരുന്നു ഇദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സെൻസർഷിപ്പ് ഒന്നും വേണ്ട ലിറ്ററേച്ചർ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പറയുന്നത്. അടുത്ത കിങ്സ്ലി എംഎസ് ആണ്, ഒരു വിറ്റി നോവലിസ്റ്റ് ആൻഡ് പോയിറ്റ് ആണ്. ലക്കി ജിം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്. അത് അക്കാഡമിക് ലൈഫിനെ കളിയാക്കിക്കൊണ്ടുള്ളൊരു വർക്കാണ്. പിന്നെ ആംഗ്രി യങ് മാൻ മൂവ്മെന്റിന്റെ ഭാഗമാണ് കിങ്സ്ലി എംഎസ്. അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് ക്ലാസ്, ഹിപ്പോക്രസി, ഈ അപ്പർ ക്ലാസ്, അതിന് ഹിപ്പോക്രസിക്ക് എതിരെയൊക്കെ ഉള്ളതായിരുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഹ്യൂമറസ് ആയിട്ടുമാണ് അദ്ദേഹം എഴുതി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എന്താണ്, മൂവ്മെന്റ് പോയിട്രിയിൽ ഒരാൾ കൂടിയായിരുന്നു കിങ്സ്ലി എംഎസ് എന്നുള്ള റൈറ്റർ. തീംസ് എന്ന് പറയുന്ന സയൻസ്, ഈ ഏജിങ്, സയൻസ് ഫിക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ദ ഓൾഡ് ഡെവിൾസ് എന്നുള്ള വർക്കിൽ. പിന്നെ വളരെ ഷാർപ്പ് ആൻഡ് കൊളോക്കിയൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സാമുവൽ ബെക്കറ്റ് ആണ്, മേജർ ഫിഗർ ഇൻ ദ തിയേറ്റർ ഓഫ് അബ്സർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെയിറ്റിംഗ് ഫോർ ഗോദോ. അതൊരു മിനിമലിസ്റ്റ് എക്സിസ്റ്റൻഷ്യൽ പ്ലേ ആണ്. രണ്ട് ക്യാരക്ടേഴ്സ്, ഗോദോ എന്ന് പറയുന്ന ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടർ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ ഒരിക്കലും അറൈവ് ചെയ്യുന്നില്ല. ഹ്യൂമൻ സ്ട്രഗിളിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ മീനിങ്ലെസ് ആയിട്ട് ലോജിക്കാലിറ്റി ഇല്ലാത്ത രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആണ്, അതായത് ലാംഗ്വേജ് വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്ലോട്ട് കാണത്തില്ല. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. പിന്നെ തീംസ് എന്ന് പറയുന്നത് മെമ്മറി, ഐഡന്റിറ്റി, ഫെയിലിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. സൈലൻസ്, റെപ്പറ്റീഷൻ ആണ് ഇദ്ദേഹം കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഇദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് വളരെ ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സെറ്റിംഗ്സിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമറിലാണ് എഴുതുന്നത്. നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുണ്ട് 1969. ഹെറോൾഡ് പിന്റർ ആണ്, ഒരു ബ്രിട്ടീഷ് പ്ലേ റൈറ്റർ ആൻഡ് സ്ക്രീൻ റൈറ്റർ ആണ്. പിന്ററസ്ക് എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ പിന്ററസ്ക് എന്ന് വെച്ചാൽ വളരെ മിനിമൽ ആയിട്ട് സൈലൻസോട് കൂടിയാണ് ഇദ്ദേഹം എഴുതുന്നത്. ഇദ്ദേഹത്തിന്റെ പ്ലേസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇമ്പോർട്ടന്റ് പ്ലേസ് എന്ന് പറയുന്നത് ബർത്ത്ഡേ പാർട്ടിയും കെയർ ടേക്കറുമാണ്. ആ സൈക്കോളജിക്കൽ ടെൻഷനെ കുറിച്ചും കൺഫ്യൂഷനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതുന്നത്. പിന്നെന്താണ്, സാമുവൽ ബെക്കറ്റ് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റൈറ്ററാണ് ഇദ്ദേഹം. പവറിനെയും കൺട്രോളിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. മെമ്മറി, ഐഡന്റിറ്റി, ഇതിനെക്കുറിച്ചൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. ഓർഡിനറി ലൈഫിലുള്ള ഈ വയലൻസ്, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടി ഇദ്ദേഹം എഴുതുന്നത്. പിന്നെ കുറച്ച് ലേറ്റർ പ്ലേസ് ഒക്കെ പൊളിറ്റിക്കലായിട്ട് മാറി. അത് എക്സാമ്പിൾ മൗണ്ടൻ ലാംഗ്വേജ് എന്നുള്ള പ്ലേ ഒക്കെ. പിന്നെ സെൻസർഷിപ്പിനെതിരേക്ക് ഇദ്ദേഹം ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുണ്ട് 2005. ഒരുപാട് സ്ക്രീൻ
പ്ലേസും ഫിലിംസും ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇദ്ദേഹം. ടോം സ്റ്റോപ്പേർഡ് ആണ്. ഇന്റലക്ച്വൽ ആൻഡ് വിറ്റി ഡ്രാമയുടെ ആളാണ് ടോം സ്റ്റോപ്പേർഡ്. അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് റോസൻക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റോൺ ആർ ഡെഡ്. അതിനകത്ത് റോസൻക്രാൻസും ഗിൽഡൻസ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹാംലെറ്റ് എന്നുള്ള പ്ലേയിലെ ക്യാരക്ടേഴ്സ് ആണ്, മൈനർ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ പ്ലേക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഹാംലെറ്റിനെ ഒരു മൈനർ ക്യാരക്ടറിന്റെ വീഡിയോടെ റീഇമാജിൻ ചെയ്യുന്നു. ഒരു കോമഡി ആൻഡ് വേർഡ് പ്ലേ ആണ് ഈ ഒരു പ്ലേസിനകത്ത് അദ്ദേഹത്തിനകത്ത് ഉള്ളത്. പോസ്റ്റ് മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്റർടെക്ച്വാലിറ്റിയാണ് മറ്റൊരു പ്രത്യേകത. ഇന്റർടെക്ച്വാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഹാംലെറ്റ് എന്നുള്ള പ്ലേയിൽ നല്ല ഈ ക്യാരക്ടേഴ്സിന് എടുത്തേക്കുന്നത്, അപ്പം വേറെ ടെക്സ്റ്റിൽ നല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ഇന്റർടെക്ച്വാലിറ്റി ഉണ്ട്. പിന്നെ ജേർണലിസം ആയിരുന്നു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഡയലോഗ്സ് ഒക്കെ നല്ല വിറ്റി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. ക്യാരക്ടേഴ്സ് തന്നെ ലിറ്ററേച്ചറിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ സ്റ്റോപ്പേർഡ് ഓൾസോ അക്കാഡമിക് അക്ലൈംഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേസ് എഴുതിയിട്ടുണ്ട്. അതായത് ഷേക്സ്പിയർ ലവ് എന്നുള്ള ഫിലിമിന് വേണ്ടി സ്ക്രീൻ പ്ലേ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് സ്ട്രക്ചറൽ ഇന്നോവേഷൻ ആണ് അദ്ദേഹത്തിന്റെ വർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പോസ്റ്റ് മോഡേൺ തിയേറ്ററിൽ ഒരു കീ ഫിഗർ ആയിരുന്നു ഇദ്ദേഹം. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 3 വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.